അയ്യപ്പന്റെ ചരിത്രത്തെ പോലെ തന്നെ രസാവഹമാണ് ശബരിമലയുടെ ചരിത്രവും. ഏകദേശം 5500 കൊല്ലം 5500 വർഷം പഴക്കത്തെ ചരിത്രം നമുക്ക് ശബരിമലയ്ക്ക് പഴയാൻ കഴിയും. ഭൂമിശാസ്ത്രപരമായി തന്നെ നോക്കിയാൽ പരശുരാമന്റെ വരവിന് ശേഷം പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം നേടി എന്നാണ് സങ്കല്പം. ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനം ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ തന്നെ കേരളത്തിൽ വെള്ളം ഏകദേശം മധ്യ തിരുവിതാംകൂർ കഴിഞ്ഞ് നോർത്തിലേക്ക് ഉയർന്നു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഇന്നും തെളിവുകൾ ലഭ്യമാണ്, വെള്ളം താഴേക്ക് ഇറങ്ങിയതാണ്. അതിനർത്ഥം കൃഷിയോഗ്യമാക്കിയെന്നോ വാസയോഗ്യമാക്കിയെന്നോ ഒക്കെയാണ്. അതാണ് ഒരു പക്ഷേ മഴുവെറിഞ്ഞ് കടൽ താഴേക്ക് ഇറക്കി എന്ന സങ്കല്പം കൊണ്ട്, എന്ന പുരാണം കൊണ്ട് ചരിത്രത്തെ സൂചിപ്പിക്കുന്നത്. ആ കാലം മുതൽ ശബരിമലയുടെ ചരിത്രം, തിരുവിതാംകൂർ മഹാരാജാവ് സൂചിച്ചതുപോലെ ശാസ്താവിൻ്റെ ചരിത്രം, ശബരിയുടെ ചരിത്രം, ശ്രീരാമന്റെ ചരിത്രം ഒക്കെ, ഈ ശ്രീരാമന്റെയും പരശുരാമന്റെയും ചരിത്രം ഏറ്റവും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അക്കാഡമികമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ 5000 അല്ലെങ്കിൽ 5500 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് സൂചിപ്പിക്കാനാണ് നമുക്ക് കഴിയുക. ഇന്നത്തെ ലഭ്യമായ അറിവുകൾ വെച്ച് ശ്രീരാമൻ സീതാന്വേഷണത്തിനായി വരുമ്പോൾ ഉള്ള സമയം മുതൽ, ശ്രീലങ്കയിൽ പോകുന്ന സമയം മുതൽ, ശ്രീലങ്കൻ സർക്കാരിൻ്റെ ഔദ്യോഗിക ചരിത്രം മുതൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന് നമുക്ക് ഉപോത്പലകമായി പറയാൻ കഴിയും. അപ്പോൾ അത്തരം കാലഘട്ടത്തിൽ നിന്ന് ശബരിമലയുടെ ചരിത്രമുണ്ട്. ശബരിമലയുടെ ചരിത്രം ശാസ്താ പ്രതിഷ്ഠയ്ക്ക് ശേഷം പരശുരാമൻ നടത്തിയ ശാസ്താ പ്രതിഷ്ഠ, ശ്രീരാമന്റെ വരവ്, ശബരി, ശ്രീരാമപാദം, അതിനുശേഷം പിന്നെ നമ്മൾ ചരിത്രത്തിൻ്റെ യാത്രയിൽ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങളായി, ഉയർന്നു നിൽക്കുന്ന മലകളായി നിൽക്കുന്നത് അയ്യപ്പൻ്റെ കാലഘട്ടമാണ്. ഉദയനൻ്റെ ആക്രമണ കാലഘട്ടവും അവരെ തോൽപ്പിക്കുന്നതും പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. പന്തളം രാജകുടുംബത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഈ വിശാലമായ സാഗരത്തിൽ പിന്നീട് ചരിത്രത്തിൻ്റെ പർവ്വതങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു 200-300 വർഷങ്ങൾക്ക് മുമ്പുള്ള ലഭ്യമായ വിവരങ്ങളാണ്. ആ വിവരങ്ങൾ പ്രകാരം കൊല്ലവർഷം ഏകദേശം 1000-ന് ശേഷം പന്തളം രാജകുടുംബം സാമ്പത്തികമായ പല പരാധീനതകൾ മൂലം, ബുദ്ധിമുട്ടുകൾ മൂലം തിരുവിതാംകൂർ മഹാരാജാവിന്, തിരുവിതാംകൂർ രാജകുടുംബത്തിനും രാജവംശത്തിനുമായി പന്തളം ദേശവും അനുബന്ധ അമ്പലങ്ങളും ശബരിമല ക്ഷേത്രവും മറ്റുമടക്കം പട്ടയത്തിനടക്കം പൂർണ്ണമായി അധികാര അവകാശങ്ങൾ അവർക്ക് സമർപ്പിച്ചതായി എഴുതി കൊടുത്തതായിട്ടുള്ള ചരിത്രരേഖകളുണ്ട്. അതാണ് ചരിത്രത്തിൻ്റെ കണ്ണിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ 300 വർഷത്തിനിപ്പുറമുള്ള ലിഖിതമായ ചരിത്രത്തിനും 1000 വർഷത്തിനു മുമ്പ് അനുമാനിക്കാൻ കഴിയാവുന്ന വസ്തുനിഷ്ഠമായ ചരിത്രത്തിനും 5000 വർഷത്തെ പുരാണ ചരിത്ര പുരാവർത്ത വാസ്തവങ്ങൾ ഇടകലർന്നു നിൽക്കുന്ന പുരാണ ചരിത്രങ്ങൾക്കുമൊക്കെ സാക്ഷിയായി ശബരിമല ഇന്നും ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാർ വരുന്ന ആരാധനാലയങ്ങളിൽ ഒന്നായി, ഇന്ന് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഫോബ്സ് മാഗസീൻ പോലെ, ഗിന്നസ് പോലെ ഏറ്റവും അറിയപ്പെടുന്ന ലോക മാധ്യമങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷനും ഒക്കെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ ഇന്ന് ശബരിമല നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലം മുതൽ ശബരിമലയുടെ കഴിഞ്ഞ 5000 വർഷത്തെ ചരിത്രങ്ങൾ അന്വേഷിക്കുന്നത് വളരെ രസാവഹമായ, വളരെ കൗതുകമുണർത്തുന്ന, ജിജ്ഞാസ ഉണർത്തുന്ന ഒരു ജ്ഞാനതൃഷ്ണയുടെ കണ്ണിലൂടെ നോക്കിയാൽ വളരെ അഗാധമായ ഒരു വിഷയം തന്നെയാണ്. സ്വയം ഈ കാനനക്ഷേത്രത്തിലെ ശാസ്താവിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചു എന്നതാണ് ലഭ്യമാകുന്ന ചരിത്ര വസ്തുതകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ശാസ്താവെന്ന പുരാണ പുരുഷന്റെയും അയ്യപ്പനെന്ന ചരിത്ര പുരുഷന്റെയും മൂർത്തിയായതിനാലാവണം ശബരിമല ശാസ്താക്ഷേത്രത്തിന് കേരളത്തിലെ മറ്റ് ശാസ്താലയങ്ങളിൽ നിന്നും പ്രശസ്തിയും വൈവിധ്യതയും നേടിക്കൊടുത്തത്.
ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ശബരിമല ക്ഷേത്രത്തിന്റെ ലിഖിതമായ ചരിത്രം കാണപ്പെടുന്നത് പന്തളം കൊട്ടാരത്തിലെ ചില അടമാന കുറിപ്പുകളിൽ നിന്നും അതുപോലെ ഇതിൻ പ്രകാരം കൊല്ലവർഷം 1022 ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ കാണപ്പെടുന്നത്. അതായത് അയ്യപ്പൻ ക്ഷേത്രം പുനരുദ്ധരിച്ചു എന്ന് കരുതുന്ന കാലത്തിനും 700 വർഷങ്ങൾക്ക് ശേഷം. ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരു വസ്തുത, ബ്രിട്ടീഷ് സർക്കാർ, ബ്രിട്ടീഷ് രാജ് പലപ്പോഴും ചരിത്രത്തെ അധിനിവേശത്തിന്റെ ഒരു ആയുധമായി ഉപയോഗിച്ചു എന്ന വസ്തുതയാണ്. ഭാരതത്തെ വിഭജിക്കാനും ഭാരതത്തിലെ വിഭാഗീയമായി ആൾക്കാരുടെ ഉള്ളിൽ ചിന്തകൾ ജനിപ്പിക്കാനും ആര്യാധിനിവേശം അടക്കമുള്ള ധാരാളം അബദ്ധജടിലമായ സിദ്ധാന്തങ്ങളും തത്വങ്ങളും സബ്ജുഗേഷനു വേണ്ടി, അധിനിവേശത്തിന് വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ പ്രയോഗിച്ചത് നമുക്ക് കാണാം. ഭാരതത്തോട് യാതൊരു പ്രതിപത്തിയും ഇല്ലാതെ, ഭാരതത്തിന്റെ സംസ്കാരത്തോടോ വൈവിധ്യത്തോടോ ഭാരതത്തിന്റെ പാരമ്പര്യങ്ങളോടോ സെൻസിറ്റീവ് അല്ലാതെയാണ് അവർ ചരിത്രം എഴുതിയത്. പക്ഷേ അവർ പോലും അംഗീകരിക്കുന്ന ബ്രിട്ടീഷ് ചരിത്രകാരന്മാരായ വാർഡും കോണറും, ലെഫ്റ്റനന്റ് വാർഡും കോണറും അംഗീകരിക്കുന്ന, അവർ തന്നെ എഴുതിയിട്ടുള്ള, ഇന്ന് കേരള സർക്കാർ അടക്കം അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും ലഭ്യമായ പുസ്തകം, 100% ചരിത്രത്തിന്റെ കണ്ണിലൂടെ സത്യം കാണുന്നു എന്ന് നമുക്ക് നിഷ്പക്ഷം പറയാവുന്ന ഒരു പുസ്തകമാണ് മെമ്മോയർ ഓഫ് ദി സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ്. തിരുവിതാംകൂർ, കൊച്ചിൻ സംസ്ഥാനങ്ങളുടെ മെമ്മോയർ ഓഫ് സർവേ. അവർ സർവേ നടത്തിയതിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന രീതിയിൽ വാർഡും കോണറും 1812 ആദ്യം പ്രസിദ്ധീകരിച്ച, പിന്നീട് നൂറ്റാണ്ടുകളിൽ പലപ്പോഴും പ്രസിദ്ധീകരിക്കപ്പെട്ട, അവസാനം 1994 കേരള സർക്കാർ പുനഃപ്രസിദ്ധീകരിച്ച 200 വർഷം മുമ്പ് നടന്ന തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങളുടെ സർവേയുടെ ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൽ 136 പേജ് 4-ാം പാരാഗ്രാഫിൽ വളരെ വ്യക്തമായി ശബരിമലയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ചൗരിമല എന്നാണ് അവർ അതിനെ പ്രൊനൗൺസ് ചെയ്തിരുന്നത്. അവരുടെ ഭാഷയിലുള്ള വ്യത്യസ്തതകൾ മൂലം അവർ ചൗരിമല എന്ന സ്പെല്ലിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലവർ പറഞ്ഞിരുന്നുണ്ട് ഏകദേശം 5.5 മൈലാണ്. പുംബ എന്നാണ് യൂസ് ചെയ്യുന്നത്. പമ്പ എന്നാണ് നമ്മൾ ഇന്ന് പറയുമെങ്കിലും പുംബ എന്നാണ് എഴുതിയിരിക്കുന്നത്. പമ്പയിൽ നിന്ന് ഏകദേശം 5.5 മൈലുകൾ അന്നത്തെ അവൈലബിൾ ആയ കണക്കാണ്. നമുക്ക് ഇന്നറിയാം 5.5 മൈലല്ല, ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ്, 8 കിലോമീറ്ററുകളല്ല എന്ന് നമുക്കറിയാം. അവിടെ 18 ഗ്രാനൈറ്റ് സ്റ്റെപ്സിൽ തീർത്ത ഏകദേശം 180 അടി വിസ്തീർണമുള്ള മൗണ്ടൻ ഡൈറ്റീസിന്റെ, അല്ലെങ്കിൽ മലകൾ കാൽക്കുന്ന ദൈവങ്ങളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇവർ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ പറയുന്ന ഏറ്റവും പ്രസക്തമായ 2 കാര്യങ്ങളാണ് ഇന്ത്യ ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ഉപയോഗപ്രദമാകുന്ന 2 കാര്യങ്ങൾ. അതിലൊന്ന് പറഞ്ഞിരിക്കുന്നത്, ശബരിമലയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അന്നത്തെ ഉത്സവം ജനുവരി 12-നാണ് തുടങ്ങുന്നത്. ഇന്ന് പോലും, ഇന്ന് കാലാന്തരത്തിൽ വ്യത്യാസമുണ്ട്, എന്നാലും ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് പോലും ജനുവരി 12 മുതൽ മകരവിളക്ക് 14 അടക്കം ആ ഒരാഴ്ചയാണ് ഉത്സവം നീണ്ടു നിന്നിരുന്നത്. ആ ഉത്സവത്തിന് 15,000-ഓളം ആൾക്കാരാണ് എത്തിയിരുന്നത്. ആ വാക്ക് കൃത്യമായി ഞാൻ കോട്ട് ചെയ്യുകയാണെങ്കിൽ, 15,000 devotees from the most remote parts of India visited. ആ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഒന്ന്, ഇന്ത്യ എന്ന പ്രയോഗം, അതിൽ തിരുവിതാംകൂർ എന്നല്ല, കൊച്ചി എന്നല്ല, കേരളം എന്നല്ല, സൗത്ത് ഇന്ത്യ എന്നല്ല, ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ നിന്ന്, ഫ്രം ദി മോസ്റ്റ് റിമോട്ട് പാർട്സ് ഓഫ് ഇന്ത്യ ആണ് ഇവിടെ ഡിവോട്ടീസ് വരുന്നത്. 1910 ഇന്ത്യയുടെ ജനസംഖ്യ ഏകദേശം 20 കോടിയാണ്. ഒരു 100 വർഷം കൂടെ മുമ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ ജനസംഖ്യ ഏതാനും കോടികൾ മാത്രമേ വരൂ. ആ കോടികളിൽ 15,000-ലധികം ആൾക്കാർ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ, അന്നും ഭാരതത്തിലെ ജനസംഖ്യയിൽ, ഭാരതീയരിൽ ഒരു വലിയ ശതമാനം ഇവിടെ എത്തിയിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്. ഇതാണ് ഒന്ന്. 2, വളരെ വ്യക്തമായി ഇന്ന് സുപ്രീം കോടതി അടക്കം അംഗീകരിച്ച, സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിൽ തെളിവായി നിലനിൽക്കുന്ന യുവതീ പ്രവേശന വിവാദത്തിലെ വിഷയമാണ്. ആ യുവതീ പ്രവേശന വിവാദത്തിൽ വളരെ വ്യക്തമായി അവർ സൂചിപ്പിക്കുന്നുണ്ട്, ഇവിടത്തുകാരുടെ വിശ്വാസം ഇവിടെ യുവതികൾ വരില്ല എന്നുള്ളതാണ്. ഈ ചരിത്രരേഖകൾ ഇതിന് സാക്ഷ്യമാണ്.
ത് മകരസംക്രമ ഉത്സവത്തിനു വേണ്ടി മാത്രമാണ്. അന്നും ശ്രീകോവിൽ, മണ്ഡപം, ബലിക്കൽപുര എന്നിവയെല്ലാം ചെമ്പുമേഞ്ഞതായിരുന്നു. പഴക്കം കൊണ്ട് പല ഭാഗങ്ങളും നനഞ്ഞൊലിച്ചതിനാൽ മകരസംക്രമകാലത്ത് ചെമ്പിനു മുകളിൽ പുല്ലുമേയുന്ന പതിവുണ്ടായിരുന്നു. അന്നത്തെ മേൽശാന്തിയായിരുന്ന കടക്കത്തുമഠത്തിൽ രാമൻ വാസുദേവൻ എമ്പ്രാന്തിരി വിഗ്രഹത്തെ നാളക്കല്ലോടെ എടുത്തു മാറ്റിയതിനാൽ ഓളച്ചിറക്കൽ കൊച്ചുമ്മ മുതലാളി എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. ശ്രീമൂലം തിരുനാൾ രാജാവിന് മാവേലിക്കരയിലുള്ള ഈ ഓളച്ചിറക്കൽ കൊച്ചുമ്മൻ മുതലാളിയുമായി ഉള്ള ബന്ധം രാജ രവിവർമ്മ ആർട്ടിസ്റ്റ് തമ്പുരാൻ്റെ കാലത്താണ് ഉണ്ടായത്. അദ്ദേഹമാണ് ഈ ശ്രീമൂലം തിരുനാൾ രാജാവിനെ ആയിട്ട് പരിചയപ്പെടുത്തുന്നതും ഈ പണി ഏർപ്പെടുത്തി കൊടുത്തതും അദ്ദേഹമാണ്. ആ സമയത്ത് ഇത് വിളംബരം ചെയ്തിരുന്നതാണ്. പക്ഷെ ആരും ഈ പണി ഏറ്റെടുക്കുന്നതിന് മുന്നോട്ട് വന്നില്ല. അന്ന് ഘോര വനങ്ങളിൽ കൊണ്ട് നടുവിൽ കൂടെയാണ് ശബരിമലയ്ക്ക് പോയിക്കൊണ്ടത്. അന്ന് പുലിയുടെയും കടുവായുടെയൊക്കെ ശല്യം വളരെയധികം ഉള്ളതിനാൽ ആരും ഈ പണി ഏറ്റെടുക്കാതിരുന്നതിൻ്റെ പേരിൽ കൊല്ലം പേഷ്കാരായിരുന്ന അദ്ദേഹം പ്രത്യേകം ഇദ്ദേഹത്തിനെ ഒന്ന് കാണുകയും ഈ ചുമതല ഏറ്റെടുക്കണമെന്ന് നിർബന്ധിക്കുകയും ഭർത്താവ് ഏറ്റെടുത്ത ചരിത്ര നിയോഗം എങ്ങുമെത്താത്ത സ്ഥിതിയാകരുതെന്ന് തീരുമാനിച്ച കൊച്ചുമ്മന്റെ ഭാര്യ അക്കാമ്മ ക്ഷേത്രത്തിന്റെ പണി പുനരാരംഭിക്കാൻ ബന്ധുവായ വടക്കേ തലക്കൽ സക്രിയ കത്തനാരുടെ സഹായം തേടി. തുടർന്ന് കത്തനാർക്ക് പവർ ഓഫ് അറ്റോർണി നൽകി ക്ഷേത്രത്തിന്റെ തുടർ പണികൾ പൂർത്തിയാക്കി. അന്നത്തെ ചെങ്ങന്നൂർ തഹസീൽദാർ MC നാരായണപിള്ളയുടെ മേൽനോട്ടത്തിലാണ് അവസാനഘട്ട പണികൾ നടന്നത്. കൊല്ലവർഷം 1077 ധനു 30 കത്തി നശിച്ച ക്ഷേത്രം ഒടുവിൽ 1085 മീനം 12 പണി പൂർത്തിയാക്കി പുനഃപ്രതിഷ്ഠ നടത്തി. താഴ്മൺ മഠത്തിലെ തന്ത്രി കണ്ഠരര് പ്രഭാകരുടെ നേതൃത്വത്തിലായിരുന്നു പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നത്. തുടർന്ന് വീണ്ടും ശബരിമല
മണ്ഡല മകരവിളക്ക് കാലങ്ങളിലെ പൂജകളുമായി നിലനിന്നു പോന്നു. 1942 തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും അമ്മ മഹാറാണിയും ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവും അനുജൻ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ശബരിമല ദർശനത്തിനെത്തിയപ്പോൾ ഉത്രാടം തിരുനാൾ എടുത്ത ചില അപൂർവം